ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. ആത്മാവേ ആത്മാവേ ഗുഹായേ അഭിഷേക കാറ്റായി പറന്നിറങ്ങൂ. അവദൈവത്തിൻ അത്ഭുത ശക്തിയെ പുത്രൻ യേശുതൻ വാഗ്ദാനം നീയേ. ആദിമ ചൈതന്യം നിറയും ഗുഹായേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ നിത്യം വന്നിടണേ. വേദന തിങ്ങും ഹൃദയത്തിൽ പരിശുദ്ധാത്മാവേ നീ സൗഖ്യം നൽകിടണേ. മുറിവേറ്റ ദൈവത്തിനറിയാം നിന്റെ മനസ്സിൻ്റെ മുറിവെത്രയോ. അടിയേറ്റ ദൈവത്തിനറിയാം നിന്റെ സഹനത്തിൻ വേദനയെ. പരിഹാസങ്ങൾ നിന്ദനങ്ങൾ നിനക്കായല്ലേ ഞാനേറ്റത്. കരയാതെ മകനെ കരയാതെ മകളെ കരുതുന്നവൻ ഞാനല്ലേ. എൻ്റെ കരതാരിൽ നീയല്ലേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, ഇന്നേ ദിവസം എൽറുഹ ദൈവവചന ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ കർത്താവ് തന്ന ശക്തമായ ഒരു ദൈവ സ്വര സന്ദേശം, ഒരു തിരുവചനമാണ്. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 4 മുതലുള്ള തിരുവചനം കർത്താവ് ഒരു സന്ദേശമായി ചെവിയിൽ കേൾപ്പിക്കുകയാണ്. അതിങ്ങനെയാണ്: അവൻ മറുപടി പറഞ്ഞു, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും, അവർ ഇരുവരും ഏക ശരീരമായി തീരും എന്ന് അരുൾ ചെയ്തിട്ടുണ്ടെന്നും നിങ്ങൾ വായിച്ചിട്ടില്ലേ? ഇത് പറഞ്ഞേ ഹല്ലേലൂയ. കണ്ടോ, സൃഷ്ടാവ് ആദ്യം മുതലേ അവരെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവെന്നും ഇക്കാരണത്താൽ പുരുഷൻ പിതാവിനെയും മാതാവിനെയും വിട്ട് ഭാര്യയോട് ചേർന്നിരിക്കും. കണ്ടോ, ഈ വചന സന്ദേശം കർത്താവ് നമുക്ക് തരുമ്പോൾ എന്താണ് കർത്താവ് ഉദ്ദേശിക്കുക? വിവാഹം, എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, അതൊരു കൂദാശയാണ്. വിവാഹം ദൈവവിളിയാണ്. അത് ദൈവസന്നിധിയിൽ നമുക്കറിയാവുന്ന പോലെ വലിയൊരു കൂദാശയാണ്. അത്രമാത്രം ദൈവത്തിൻ്റെ കൃപ ഒഴുകുന്ന ഒരു കൂദാശ. ഇപ്പോൾ വിവാഹിതരായ മക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക, വിവാഹത്തിന് ഒരുങ്ങുന്നവരും ശ്രദ്ധിക്കുക. വിവാഹ മോചനത്തെ കർത്താവ് വെറുക്കുകയാണ്. അതാണ് ദൈവമായി കർത്താവ് അരുൾ ചെയ്യുന്നു. വിവാഹ മോചനത്തെ ഞാൻ വെറുക്കുന്നു എന്നാണ് മലാക്കി പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ വായിക്കുക. വീണ്ടും മത്തായി സുവിശേഷത്തിൽ തന്നെ ഈശോ പറയുന്നുണ്ട്, ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപ്പെടുത്താതിരിക്കാൻ. ദൈവമാണ് യോജിപ്പിക്കുന്നത്, മനുഷ്യന്മാരാണ് വേർപ്പെടുത്തുക. ദൈവത്തിൻ്റെ സ്വഭാവമാണ് യോജിപ്പിക്കുക, മനുഷ്യൻ്റെ സ്വഭാവമാണ് വേർപ്പെടുത്തുക. നമുക്കറിയാം, പീലാത്തോസും ഹെറോദോസും അതിഭയങ്കരമായ വഴക്കിലായിരുന്നു, വിദ്വേഷത്തിലും വെറുപ്പിലായിരുന്നു, ശത്രുക്കളായിരുന്നു. എന്നാൽ ഈശോയുടെ മധ്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ അവർ രണ്ടുപേരും ഏറ്റവും സ്നേഹിതരായി തീരുകയാണ്. ഇതുപോലെ ദാമ്പത്യ ബന്ധം, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ ഉണ്ടാകുന്നുവെങ്കിൽ അത് കർത്താവിൻ്റെ അഭിഷേകത്തിൻ്റെ കുറവാണ് ആ മേഖലയിൽ നമ്മൾ കാണുക. അതുകൊണ്ട് ഇവിടെ ഈശോ പറയുകയാണ്, ഒന്നിക്കുക, സ്നേഹത്തിൽ ഒന്നായി തീരുക, അവരിരുവരും ഒരു ശരീരമായി തീരും. പ്രഭാഷകൻ്റെ പുസ്തകം 25-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ പ്രഭാഷകൻ പറയുകയാണ്, എൻ്റെ ഹൃദയം 3 കാര്യങ്ങളിൽ ആനന്ദം കൊള്ളുകയാണ്. അത് ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും ദൃഷ്ടിയിൽ മനോഹരങ്ങളാണ്. ഏതൊക്കെയാണ് 3 കാര്യങ്ങൾ? സഹോദരന്മാർ തമ്മിലുള്ള യോജിപ്പ്, അയൽക്കാർ തമ്മിലുള്ള സൗഹൃദം,
ഭാര്യ ഭർത്താക്കന്മാർക്ക് പരസ്പരമുള്ള ലയം, അതിനെ വിളിക്കുന്ന പേരാണ് സെക്സ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പരസ്പര ലയം, അതുതന്നെയാണ് ഇവിടെ കർത്താവ് പറയുക. അവർ ഇരുവരും ഏക ശരീരമായിരിക്കും എന്ന് പറയുന്നത് സെക്സിനെ പറ്റിയാണ്. സ്നേഹത്തിൻ്റെ പൂർണ്ണതയാണ് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സെക്സ്, ലൈംഗിക ബന്ധം, വിശുദ്ധമായ ലൈംഗിക ബന്ധം. അപ്പോൾ ദാമ്പത്യ ധർമ്മം നിർവഹിക്കാതിരിക്കുക, മനഃപൂർവ്വം വാശി പിടിച്ച് മാറിക്കിടക്കുക, മാറി നിൽക്കുക, ശിരസായ ഭർത്താവിന് എല്ലാ കാര്യങ്ങളും വിധേയപ്പെടാതിരിക്കുക. വിശുദ്ധ പത്രോസ്ലീഹ പറയുകയാണ്, സാറ അബ്രാഹത്തെ നാഥ എന്ന് വിളിച്ചുകൊണ്ട് എപ്പോഴും അനുസരിച്ചിരുന്നു എന്നാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഭർത്താവിനെ ബഹുമാനിക്കണമെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഭർത്താവും ഭാര്യയും എന്ത് ചെയ്യണം? പരസ്പരം ഭർത്താവിൻ്റെ ശരീരം അത് എൻ്റെ ശരീരമാണെന്ന് കരുതി ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കണം. അപ്പോൾ അതിൻ്റെ ഭാര്യയുടെ ശരീരം അതെൻ്റെ സ്വന്തം ശരീരമാണെന്ന് കരുതി ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. അങ്ങനെ ഇവർ തമ്മിലുള്ള പരസ്പര സ്നേഹം, ലയം, ഐക്യം, ലൈംഗിക ബന്ധം, കൂട്ടായ്മ, ഇത് ദൈവം ആഗ്രഹിക്കുകയാണ്, സ്വർഗം ഇഷ്ടപ്പെടുകയാണ്. ഇതിന് വിരുദ്ധമായി എന്തെങ്കിലും നമ്മുടെ മേഖലയിൽ കുടുംബത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഈ സമയം അനുദപിക്കുക. വിശുദ്ധ പൗലോസ് എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതലുള്ള തിരുവചനമാണ് നമ്മൾ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഭാര്യ ഭർത്താക്കന്മാരെ പറ്റി, ഭാര്യ ഭർത്താക്കന്മാരാവാൻ പോകുന്നവരെ പറ്റി അവിടെ ചില നിർദ്ദേശങ്ങൾ പൗലോസ് ലീഹായിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് തരികയാണ്. ഈ ഓരോ വചനം വായിക്കുമ്പോഴും നമ്മുടെ ഈ ദാമ്പത്യ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ, ഈ ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ എന്തെങ്കിലും വിള്ളലുകളോ തടസ്സങ്ങളോ അസ്വസ്ഥതകളോ ഈ വചനത്തിന് നിരക്കാത്ത എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ നന്നായി അനുദപിക്കുക. യേശുക്രിസ്തു സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ആ ഭർത്താവിന് എളിമപ്പെട്ട് ഭർത്താവ് പറയുന്ന ദൈവവചനത്തോട് ചേർന്നുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ ഒരു എളിമയുടെ ഒരു മനസ്സ് കിട്ടാൻ ഭാര്യമാർ പ്രത്യേകമായിട്ട് ഈ സമയം പ്രാർത്ഥിക്കുക. അപ്പോൾ എൻ്റെ ഭർത്താക്കന്മാർ, ഞാൻ എൻ്റെ ഭാര്യയെ നിന്ദിക്കാറുണ്ടോ, വെറുക്കാറുണ്ടോ, കുറ്റം പറയാറുണ്ടോ, അവഗണിക്കാറുണ്ടോ, അല്ലെങ്കിൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഉപദ്രവിക്കാറുണ്ടോ എന്നൊക്കെ ആത്മശോധന ചെയ്യുക. ആ മേഖലകളിലെല്ലാം തിന്മകൾ ഈ സമയം വിട്ടുപോകാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈശോ ആഗ്രഹിക്കുന്ന രീതിയിലുള്ളൊരു ദാമ്പത്യ ബന്ധം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ഈ വചനം എല്ലാവരും ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുക. ഏറ്റുപറയുന്നു: ഭാര്യമാരെ നിങ്ങൾ കർത്താവിന് എന്ന പോലെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുവിൻ. എന്തെന്നാൽ ക്രിസ്തു തന്റെ ശരീരമായ സഭയുടെ ശിരസ്സായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയുടെ ശിരസ്സാണ്. ക്രിസ്തു തന്നെയാണ് ശരീരത്തിന്റെ രക്ഷകനും. സഭ ക്രിസ്തുവിന് വിധേയമായിരിക്കുന്നത് പോലെ ഭാര്യമാർ എല്ലാ കാര്യങ്ങളിലും ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കണം. ഭർത്താക്കന്മാരെ ക്രിസ്തു സഭയെ സ്നേഹിക്കുകയും അവളെ വിശദീകരിക്കാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവൻ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്നു.
ചെയ്യുന്നു. എന്തെന്നാൽ നാം അവന്റെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ഇക്കാരണത്താൽ പുരുഷൻ പുരുഷൻ പിതാവിനെയും വിട്ട് ഭാര്യയോട് ചേരും, അവർ രണ്ടുപേരും ഒന്നാവുകയും ചെയ്യും. ഇത് ഒരു വലിയ രഹസ്യമാണ്. സഭയോടും ക്രിസ്തുവിനോടും ബന്ധപ്പെടുത്തിയാണ് ഞാനിത് പറയുന്നത്. ചുരുക്കത്തിൽ നിങ്ങളിൽ ഓരോ വ്യക്തിയും തന്നെ പോലെ തന്നെ ഭാര്യയെ സ്നേഹിക്കണം. ഭാര്യയാകട്ടെ ഭർത്താവിനെ ബഹുമാനിക്കുകയും വേണം. ഇരു കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സ്തുതിച്ചേൻ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശബ്ദമുയർത്തി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവിൽ വിശ്വസിക്കുക. നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. അപ്പോസ്തലർ 16:31 വചനത്തിന്റെ അഭിഷേകം നിറയട്ടെ. വിവാഹത്തിന് ഒരുങ്ങുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹിതരായ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിവാഹം എന്ന കൂദാശ സ്വീകരിച്ചവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വിവാഹം എന്ന കൂദാശയുടെ അഭിഷേകം തരണമേ കർത്താവേ. മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കാണാനുള്ള കൃപ ലഭിക്കട്ടെ. നിങ്ങൾ ഒരേ കാര്യങ്ങൾ ചിന്തിച്ച് ഒരേ സ്നേഹത്തെ വർദ്ധിച്ച് ഒരേ ആത്മാവ് ഒരേ അഭിപ്രായമുള്ളവരായി എന്റെ സന്തോഷം പൂർണ്ണമാക്കുവിൻ. ഈ ഏറ്റുപറഞ്ഞ വചനത്തിന്റെ അഭിഷേകം 30 മേനി 60 മേനി 100 മേനി ഹൃദയത്തിൽ ഫലം പുറപ്പെടുവിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. വചനം മാംസം ധരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഡിവോഴ്സ് മാറിപ്പോട്ടെ. തർക്കങ്ങൾ കലഹങ്ങൾ കുടുംബ ജീവിതത്തിൽ നിന്നും വെട്ടിപ്പോട്ടെ. ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് മാറിപ്പോട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. എളിമയോടുകൂടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതാനുള്ള കൃപ ലഭിക്കട്ടെ. കുറവുകളോടുകൂടി മറ്റുള്ള ജീവിത പങ്കാളിയെ സ്നേഹിക്കാനുള്ള കൃപ ലഭിക്കട്ടെ. കരങ്ങളടിച്ചുകൊണ്ട് ശക്തമായ കരങ്ങളടിച്ച് അഭിഷേകം വ്യാപരിക്കട്ടെ. പോരല്ലോ, ശക്തമായ കരങ്ങൾ വീശിയടിച്ച് വിശുദ്ധിയോടെ ജീവിക്കുവാൻ, സ്നേഹത്തോടൊപ്പം ജീവിക്കുവാൻ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ, സ്നേഹത്തോടൊപ്പം ജീവിക്കുവാൻ, സഹിച്ചും ക്ഷമിച്ചും ജീവിക്കുവാൻ കൃപയും ശക്തിയും പകരണമേ. സഹിച്ചും ക്ഷമിച്ചും ജീവിക്കുവാൻ കൃപയും ശക്തിയും. കരങ്ങളെ തെളിച്ചു പാടിയേ. ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു വസിക്കണമേ, ഞങ്ങളിൽ വന്നു നിറയണമേ, ഞങ്ങളിൽ വന്നു. ഇരു കരങ്ങളും ഉയർത്തി വിളിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എല്ലാവരും ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാഷാവത്ത് സ്തുതിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ. ഉച്ചത്തിൽ പറഞ്ഞ് സ്തുതിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവേ, പിതാവായ ദൈവമേ, പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, അമലോത്ഭവം പറയുമേ, മാലാഖമാരെ മുഖ്യ ദൂതന്മാരെ സ്വർഗ്ഗത്തിൽ വിശ്വത്തിൽ ഞങ്ങളുടെ മേൽ ഇറങ്ങണമേ. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരിലേക്ക് ഇറങ്ങണമേ. ഞങ്ങളെ ശക്തിപ്പെടുത്ത സഹായിക്കണേ, സംരക്ഷിക്കണേ, വിശുദ്ധീകരിക്കണേ, രൂപാന്തരപ്പെട്ട സ്ഥിരത്വത്താൽ കഴിയണമേ. സകല ശുദ്ര മന്ത്രവാദ ആഭിചാര കുടോത്ര ദുഷ്ദോഷം പൈശാചിക പീഡന ബാധകൾ കൈവശങ്ങളിൽ ദൂരെ ഇടണമേ. പാപകരമായ സകലതും അസൂയ ചതി വഞ്ചന ഞങ്ങൾ നിന്നേക്കുമായി വിട്ടുപോട്ടെ. സർവ്വശക്തനായ ദൈവത്തിന്റെ സത്യ യക്ഷനായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും പരിശുദ്ധ കന്യാമന്റെ സത്യതയും മതസ്ഥാലും നികാർ അപ്പായ ഗൗരവ മലമാണ് സത്യമായ ശാന്ത സംഭവിച്ചാലും ഞങ്ങളുടെ ശരീരത്തിൽ മനസ്സിൽ ആത്മാവിലും കുടുംബത്തിലും വ്യക്തിജീവനും സംബന്ധ എല്ലാ ദ്രമങ്ങളും വെള്ളത്തിലും വായിലൂടെ വസ്തുവിലും ഭക്ഷണങ്ങളും മാനസിക ശാരീരിക ആത്മീയമായുള്ള മാനസികമോ പ്രാപഞ്ചമോ പൈശാചികമായുള്ള സകല ബന്ധനങ്ങളും മത്തായി 4:10 ലൂക്ക 4:8 മർക്കോസ് 16:5 ഉന്നിയോനം 3:8 പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കാൻ വേണ്ടി ദൈവപുത്രൻ വന്ന് ഈ വചന സത്യ സകലവിധ പ്രകൃതിക്ഷമ ഇടിവിട്ട് നാശനങ്ങൾ ഉറപ്പ് ഉദ്ദേശം വാസു വൈരാഗ്യം തർക്കം കലകളും പ്രശ്നങ്ങളും പ്രതിസന്ധികൾ ജരിക ദിവ്യാസ് ഗോപാസ് ഭക്ഷണാസക്തി സ്വയംഭോഗം സ്വർഗമോ തെറ്റായ ബന്ധങ്ങൾ സ്നേഹങ്ങൾ വ്യഭിചാര ദുർബോധം അഹങ്കാരം അസൂയ അലസം മോഹം കോപം കൊതി വിവാഹ തടസ്സം ജോലി തടസ്സം വിൽപ്പനതടസ്സം യാത്രാതടസ്സം പഠനതടസ്സം കോടതിയിൽ സാമ്പത്തികമുണ്ട് കണ്ണ് മൂക്ക് ചെവി നാക്ക് തൊക്ക് ആന്തരിക ബാഹ്യങ്ങൾ ചെറുതും രോഗപ്പെട്ടുകൾ അമിതമായ ഭയം ദുഃഖം നിരാശ അവകാശമാബോധം കുറ്റമോ ലജ്ജ തൊട്ടാവാടി സ്വഭാവം വിശ്വാസക്കുറവിന് ദുരാത്മാവ് ക്ഷമിച്ച് പ്രാർത്ഥിക്കുക ശുദ്ധിച്ച് പ്രാർത്ഥിക്കുക മദനം വായിക്കുക ജവമാചല തടസ്സങ്ങൾ രോഗശാന്തി തടസ്സങ്ങൾ സന്ദേശങ്ങളാണ് തടസ്സങ്ങൾ വന്യജീവിയുള്ള ശുദ്ധിയുള്ള ആക്രമണങ്ങൾ അതിന് പിന്നെ പൈശാചിക അറിവ് അന്താസതി സാധാസതി ദൂട്ടജത്തികൾ ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. യേശു നാമത്തിൽ ഞാൻ ബന്ധിക്കുന്നു. യേശു നാമത്തിൽ ബഹിഷ്കരിക്കുന്നു. ഈശ്വര കുരിശിൽ ആട്ടിപ്പായിക്കുന്നു. ഇനി മേലൊരിക്കലും ഞങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിലോ കൂട്ടായ്മയിലോ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ പുറച്ചു വന്ന് സാത്താനെ നിന്നോ ഞാൻ കൽപ്പിക്കുന്നു വിട്ടുപോട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ.
ഹാലുലി ഹാലുലി ഹാലുലിയ. ശബ്ദത്തിൽ സ്തുതിച്ച് ശിരിരി ഉച്ചത്തിൽ സ്തുതിച്ച് ഹാലുലി 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 ഹാലുലിയ. പാലകന്മാർ ഇറങ്ങി വരട്ടെ. ഹാലുലി 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 ഹാലുലിയ. ശിരിരി കരങ്ങളടിച്ചുകൊണ്ട് ഈ ഗാനത്തോടൊപ്പം ചേർന്ന് പാടി പ്രാർത്ഥിക്കുക. കുരിശിന്റെ വഴിയെ നടന്നിടുവാൻ, ത്യാഗത്തിൻ വഴിയെ ജീവിക്കുവാൻ. കുരിശിന്റെ വഴിയെ നടന്നിടുവാൻ, ത്യാഗത്തിൻ വഴിയെ ജീവിക്കുവാൻ. അന്ത്യം വരെയും സാക്ഷിയാകാൻ കൃപയും ശക്തിയും പകരണമേ. അന്ത്യം വരെയും സാക്ഷിയാകാൻ കൃപയും ശക്തിയും. കരങ്ങളുയർത്തിയടിച്ചു പാടിയേ. ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനാത്മാവേ, പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളിൽ വന്നു വസിക്കണമേ. ഞങ്ങളിൽ വന്നു നിറയണമേ. ഞങ്ങളിൽ വന്നു. ശക്തമായി സ്തുതിച്ചോ. ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരം പ്രാർത്ഥിക്കുക. വിവാഹത്തിന് ഒരുങ്ങുന്നവര് പരസ്പരം പ്രാർത്ഥിക്കുക. ശിരിരി മാതാപിതാക്കള് വിവാഹത്തിന് ഒരുങ്ങുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എളിമ തരണമേ പരിശുദ്ധാത്മാവേ. ക്ഷമിക്കാനുള്ള കൃപ തരണമേ പരിശുദ്ധാത്മാവേ. മറ്റുള്ളവരെ ശ്രേഷ്ഠരായി കാണാനുള്ള കൃപ തരണമേ പരിശുദ്ധാത്മാവേ. ശിരിരി ഭാര്യയെ സ്നേഹിക്കാനുള്ള കൃപ തരണമേ. ഭർത്താവിനെ സ്നേഹിക്കാനുള്ള കൃപ തരണമേ. മാതാപിതാക്കളെ സ്നേഹിക്കാനുള്ള കൃപ തരണമേ. മക്കളെ സ്നേഹിക്കാനുള്ള കൃപ തരണമേ. അയൽപ്പക്കാരെ സ്നേഹിക്കാനുള്ള കൃപ തരണമേ. ശത്രുക്കളെ സ്നേഹിക്കാനുള്ള കൃപ തരണമേ. സഭയെ സ്നേഹിക്കാനുള്ള കൃപ തരണമേ. വൈദികരെ സ്നേഹിക്കാനുള്ള കൃപ തരണമേ. പിതാക്കന്മാരെ സ്നേഹിക്കാനുള്ള കൃപ തരണമേ. സ്നേഹത്തിന്റെ കൃപ തരണമേ. ശിരിരി ഞാൻ നിങ്ങളെ സ്നേഹിച്ച പോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുവിൻ. ആലുലി 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 ആലുലിയ. ഈ കൽപ്പന പാലിക്കാനുള്ള കൃപ തരണമേ കർത്താവേ. ശബല തമ ബബ തബല തമ ബബ ശിരിരി ആലുലി 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 ആലുലിയ. ദാമ്പത്യ ബന്ധത്തിൽ വിട്ടുനിൽക്കുന്ന സ്വഭാവം വിട്ടുപോട്ടെ. ഡിവോഴ്സിന്റെ ദുരാത്മാവ് മാറിപ്പോട്ടെ. വിവാഹ മോചനത്തെ ഓർത്ത് ചിന്തിച്ചവര് മാപ്പ് ചോദിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി സ്തുതിക്കുക. ആലുലി 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 ആലുലി. എല്ലാവരും സ്തുതിച്ച് കുടുംബത്തെ തകർക്കുന്ന തിന്മയുടെ അരുവികള് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുപോട്ടെ. കോടതി കേസുകൾ അവസാനിക്കട്ടെ. എല്ലാവരും വാ തുറന്ന് സ്തുതിക്കുക. കുടുംബം ദേവാലയമായി തീരട്ടെ. വേതന കെട്ടുകൾ അഴിയട്ടെ. എല്ലാവരും സ്തുതിക്കുന്നു. ആലുലി ആലുലി അവർ സ്തുതിക്കുന്നു. ആലുലി അവർ സ്തുതിക്കുക. ആലുലി തകർച്ചകളോട് സ്തുതിക്കുക. ബലഹീനതയോട് സ്തുതിക്കുക. കുടുംബ പ്രശ്നങ്ങളോട് സ്തുതിക്കുക. കുറവുകളോട് സ്തുതിക്കുക. ശിരിരി അംഗീകരിക്കപ്പെടാത്ത അവസ്ഥകളോട് സ്തുതിക്കുന്നു. അവഗണനകളോട് സ്തുതിക്കുന്നു. തോൽവികളോട് സ്തുതിക്കുന്നു. പരാജയങ്ങളോട് സ്തുതിക്കുന്നു. കുടുംബ പ്രശ്നങ്ങളോട് സ്തുതിക്കുന്നു. സാമ്പത്തിക ബുദ്ധികളോട് സ്തുതിക്കുന്നു. ആലുലി 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 ആലുലിയ. സ്തുതിച്ചേൻ. ഹാലുലി ആലുലി 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 അവന്ന് സ്തുതിച്ചേൻ. ദിവ്യഗാനത്തിൽ നോക്കിക്കൊണ്ട് ശക്തമായി സ്തുതിച്ചേൻ. ഹാലുലി ആലുലി 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 ആലുലിയ. ഈശോ പറയുന്നത് പോലെ ജീവിതത്തെ ക്രമീകരിക്കാൻ തീരുമാനമെടുക്കുക. ഓരോ ദൈവവചന ശുശ്രൂഷയും എൽറുഹ ദൈവവചന ശുശ്രൂഷയുടെ പ്രത്യേകതയാണ്. ദൈവത്തിൻ്റെ സന്ദേശങ്ങളാണ് ഇവിടെ അച്ഛന് ആമുഖമായിട്ട് പറയുക. പിന്നീടും ഇവിടുന്ന് വിളിച്ചു പറയുന്നതൊക്കെ ദൈവത്തിൻ്റെ സന്ദേശങ്ങളാണ്. അത് ദൈവം തരുന്നതാണെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് നീ നിന്റെ ജീവിതത്തെ ക്രമീകരിക്കുക. അപ്പോൾ അത്ഭുത പെരുമാറ്റം സംഭവിക്കും. അങ്ങനെ ദൈവം വെളിപ്പെടുത്തിയതാണ്. ഡിവോഴ്സ് ചെയ്യരുത്. ദൈവം അത് ആഗ്രഹിക്കുന്നില്ല. അതുപോലെ ദാമ്പത്യ ധർമ്മം നിർവഹിക്കുക. ഭർത്താക്കന്മാരെ അനുസരിക്കുക, സ്നേഹിക്കുക, വിട്ടുകൊടുക്കുക, ഭാര്യയെ സ്നേഹിക്കുക, ക്ഷമിക്കുക, തീരുമാനമെടുക്കുക. ദൈവം നിന്നെ അനുഗ്രഹിക്കും. ഇയർ ബാലൻസിൻ്റെ അസുഖമുള്ളവർ പ്രാർത്ഥിക്കുക. ഇയർ ബാലൻസ് കർത്താവിത സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. സാക്ഷ്യപ്പെടുത്താൻ ഒരുങ്ങുക. ജപമാല ചൊല്ലാൻ ഭയങ്കര മടിയാണ്. വേറെ പല പ്രാർത്ഥന ചെല്ലും, പക്ഷേ ജപമാല ചൊല്ലാൻ അതിഭയങ്കരമായ മടി. പരിശുദ്ധ അമ്മയുടെ ജപമാല കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കാൻ മടി. അങ്ങനെയുള്ളവർ ശക്തമായി അല്പം ബലം പ്രയോഗിച്ച് തന്നെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തീരുമാനമെടുക്കുക. ഇപ്പോഴിതാ ഈ ശുശ്രൂഷ സമയത്ത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനുള്ള മടി കർത്താവ് എടുത്ത് മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. വേദന സംഹാരി ഗുളികകൾ കഴിക്കുന്നവർ പ്രാർത്ഥിച്ചോ, സൗഖ്യം തരുന്നുണ്ട്. പെയിൻ കില്ലർ
കർത്താവ് സൗഖ്യം തരുന്നുണ്ട് ആ ഗുളിക കഴിക്കുന്നവർക്ക്. കോൺട്രാസെപ്റ്റീവ് പിൽസ് കഴിക്കുന്ന മക്കളുണ്ട്, നന്നായി അനുദപിച്ചോളാം. ഗർഭനിരോധന ഗുളികകൾ കഴിക്കുന്നവർ, കോണ്ടം ഉപയോഗിക്കുന്നവർ, ചങ്കുപൊട്ടി അനുദപിക്കുക, വലിയ ശിക്ഷയാണ് ലഭിക്കാനിരിക്കുന്നത്. അതുകൊണ്ട് അനുദപിച്ച് കുമ്പസാരിച്ച് പിന്തിരിയാൻ കർത്താവ് മുന്നറിയിപ്പ് തരിക. ഒരല്പനേരത്തെ സുഖത്തിന് വേണ്ടി നിനക്ക് വലിയ സഹനം അനുഭവിക്കേണ്ടി വരുന്ന മുന്നറിയിപ്പ് തരികയാണ്. വേരിക്കോസ് വെയിൻ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. കിണർ നിറയെ വെള്ളം നൽകി കർത്താവ് ഒരാൾ അനുഗ്രഹിക്കുന്നുണ്ട്. കിണറിൻ്റെ വെള്ളമില്ല, അതുപോലെ വെള്ളത്തിന് ബുദ്ധിമുട്ട്, കിണർ കുത്തിയിട്ട് വെള്ളമില്ല, അല്ലെങ്കിൽ കിണറിലിപ്പോൾ വേനൽക്കാലമായി തുടങ്ങിയപ്പോഴേക്കും വെള്ളം വറ്റിപ്പോയി, അങ്ങനെയുള്ള അസ്വസ്ഥതകളൊക്കെ ഉള്ളവർ പ്രാർത്ഥിച്ചോ. കിണറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരൊക്കെ പ്രാർത്ഥിച്ചോട്ടോ. ഒരു കിണറിൽ നിറയെ വെള്ളം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. അത്ഭുതകരമായിട്ടുള്ള വെള്ളം നിറകി അനുഗ്രഹിക്കുക. അവർ സാക്ഷ്യപ്പെടുത്തണം. നട്ടല് വേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. എട്ടുകാലി ശല്യം കർത്താവ് എടുത്തു മാറ്റി ചില ഭവനങ്ങൾ അനുഗ്രഹിക്കുന്നുണ്ട്. മിന്നു എന്ന് പേര് തരികയാണ്. മിന്നു എന്ന മകളോടെ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. പീരീഡ്സിൻ്റെ ശക്തമായ വയറുവേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. അമല എന്ന മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. അമല തൈക്കാട്ടിശ്ശേരി എന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിക്കുന്ന, അവിടെ ഇരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ആമ്പല്ലൂർ എന്ന സ്ഥലപ്പേര് തിരികയാണ്. ആമ്പല്ലൂർ എന്ന സ്ഥലത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു കടയിൽ നിന്ന് ഈച്ചശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ഈച്ചശല്യം, ഓവറിൽ സിസ്റ്റുള്ള മക്കൾ പ്രാർത്ഥിക്കുക. അതുപോലെ ഓപ്പറേഷൻ ഒരുങ്ങുന്നവരും പ്രാർത്ഥിച്ചോ. അത്ഭുത രോഗശാന്തി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. തലച്ചോറിൽ നീർക്കെട്ട് വരുന്ന വ്യക്തിക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. 2 തവണ മിസ്കാരേജ് വന്നൊരു മകളോട് തുറന്ന കുമ്പസാരം നടത്താനും കഴുത്തിൽ ഉത്തിരിയും ധരിക്കാനും സന്ദേശം തരിക. കഴുത്തിൽ ഉത്തിരിയും ധരിക്കാത്ത വ്യക്തികൾ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്നുണ്ട്. എല്ലാവരും കഴുത്തിൽ നിർബന്ധമായി ഉത്തിരിയും ധരിക്കുക. അത് കുളിക്കുമ്പോൾ പോലും ഉരരുന്ന് പറയുക. ഒരു ആക്സിഡൻറ്റിനെ തുടർന്ന് വെന്റിലേറ്ററിൽ ഗുരുതരാവസ്ഥയിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. കിഡ്നി മാറ്റിവെക്കാൻ ഒരുങ്ങുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. വിദേശത്ത് ജോലി നഷ്ടപ്പെട്ട ഒരു മകനോട് തുറന്ന കുമ്പസാരം നടത്താൻ കർത്താവ് സന്ദേശം തരികയാണ്. മനോജ് എന്ന മകൻ്റെ ക്യാൻസർ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. 2 തവണ ഓപ്പറേഷൻ കഴിഞ്ഞൊരു പൈൽസ് രോഗിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ജെൻസൺ എന്ന മകനോട് ദശാംശം കൊടുക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. അടുപ്പിച്ചടുപ്പിച്ച് ഫിക്സ് വരുന്ന ഒരു മകളെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. ഇടുപ്പിലിന് പൊട്ടലുള്ള ഒരു മകൾക്ക് സൗഖ്യം നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വിവാഹമോചനത്തിനായിട്ട് ഒരുങ്ങുന്ന ഡോക്ടർമാരായ ദമ്പതികളെ കാണിക്കുകയാണ്. മലാക്കി 2:16 വിവാഹ മോചനത്തെ ഞാൻ വെറുക്കുന്നു എന്ന് ആ ഡോക്ടേഴ്സിന് കർത്താവ് സന്ദേശം തരികയാണ്. ഈ എൽറുഹ ദൈവവചന ശുശ്രൂഷ കണ്ടിട്ട് ബ്ലീഡിങ് മാറിയ ഒരു മകള് ഇതുവരെ അത് സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. അത് സാക്ഷ്യപ്പെടുത്താൻ കർത്താവ് സന്ദേശം തരികയാണ്. ദൈവവിളിയുള്ള മക്കൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നുണ്ട്. എന്ത് വില കൊടുത്തും വൈദികനാവാനും സിസ്റ്ററാവാനും സന്യാസിയായി ജീവിക്കാനും സമർപ്പിക്കാൻ കർത്താവ് സന്ദേശം തരികയാണ്. ശക്തമായ പനിയും കഫക്കെട്ടുള്ള ഒരു കൈക്കുഞ്ഞിനെ കർത്താവ് സൗഖ്യപ്പെടുത്തുകയാണ്. ആന്റണി എന്ന മകൻ്റെ ആണിരോഗം കർത്താവ് സൗഖ്യപ്പെടുത്തുകയാണ്. ജോലി നഷ്ടപ്പെടുമോ എന്ന ഭയത്തിലായിരിക്കുന്ന ഒരു മകളോട് തുറന്ന കുമ്പസാരം നടത്താൻ കർത്താവ് സന്ദേശം തരികയാണ്. വർഷങ്ങളായി തലയ്ക്ക് മരവിപ്പ് അനുഭവപ്പെടുന്ന ഒരു വ്യക്തിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. സംസാര തടസ്സമുള്ള വിക്ക് വരുന്നൊരു കുട്ടിയെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. മെൽബിൻ്റെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നുണ്ട്. മൂത്രം പോകാത്ത അവസ്ഥയുള്ള ഒരാൾക്ക് കർത്താവ് സൗഖ്യം കൊടുക്കുന്നുണ്ട്. മൂക്കിന് ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ ഇടപെടുന്നുണ്ട്. കാലിൽ ചെരുപ്പിടാൻ സാധിക്കാത്ത രീതിയിൽ അലർജി കർത്താവ് ഒരാൾക്ക് സൗഖ്യം തരുന്നുണ്ട്. വിദേശത്തുള്ള സ്റ്റെഫിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ആനി എന്ന മകളുടെ കണ്ണിൻ്റെ അസ്വസ്ഥത എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. ശക്തമായ ബ്ലീഡിങ് സൗഖ്യം തരുന്നുണ്ട്. കിഡ്നി സ്റ്റോൺ സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വിദേശ യാത്രാ തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. മലദ്വാരത്തിൽ മുഴയുള്ള ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. പാർക്കിൻസൺസ് രോഗിയെ പ്രാർത്ഥിച്ചോ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. വിട്ടുമാറാത്ത കുത്തിയുള്ള ചുമ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. വേരിക്കോസ് വെയിൻ ഒരു മകൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. ബ്രസ്റ്റ് ക്യാൻസർ ഒരാളെ കർത്താവ് സ്പർശിക്കുന്നുണ്ട്. ഗർഭസ്ഥ ശിശുവിന് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞതിൽ വിഷമിക്കുന്ന ഒരു മകളോട് പേടിക്കേണ്ട എന്ന് കർത്താവ് സന്ദേശം തരികയാണ്. മിനി എന്ന മകളുടെ വീട് വിൽക്കാനുള്ള തടസ്സം എടുത്തു മാറ്റി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഒരു വീടിൻ്റെ മതിലിലും ഗേറ്റിലും ഉള്ള ഒച്ചശല്യം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. എപ്പോഴും വഴക്കും കലഹവും നടക്കുന്ന ഒരു കമ്പനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയോട് മുടങ്ങാതെ ബന്ധന പ്രാർത്ഥന ചൊല്ലാനും 33 വിശ്വാസമാണ് ചൊല്ലി 33 ദിവസം പ്രാർത്ഥിക്കാനും സന്ദേശം തരികയാണ്. സൗദിയിലായിരിക്കുന്ന ഒരാൾക്ക് നല്ല ജോലി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ശക്തമായ തൊണ്ടവേദന കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ട സ്വർണ്ണവള തിരിച്ചു നൽകിയ ഒരാളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കാലിൻ്റെ ലിഗമെന്റിന് പരിക്ക് പറ്റിയ ഒരു കുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. സൗമ്യ എന്ന മകളുടെ വിദേശയാത്ര തടസ്സം കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നുണ്ട്. കണ്ണിൽ കുരുള്ള ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നുണ്ട്. ട്രീസ എന്ന മകളുടെ മാനസിക സംഘർഷത്തിൽ കർത്താവ് ഇടപെടുന്നുണ്ട്. വിദേശത്തിരുന്നുകൊണ്ട് ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന റോബിനെയും കുടുംബത്തെയും കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. ഫിസ്റ്റുല രോഗം എടുത്തു മാറ്റി ഒരു സഹോദരിയെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. സാക്ഷ്യപ്പെടുത്താൻ ഈശോ പറയുകയാണ്. ബിനോയ് എന്ന മകന്റെ ഇരട്ടി കുട്ടികളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. രാത്രിയിൽ ഉറക്കത്തിൽ അറിയാതെ എഴുന്നേറ്റ് നടക്കുന്ന ശീലത്തിൽ നിന്ന് വിടുതൽ നൽകി കർത്താവ് ഒരാളെ അനുഗ്രഹിക്കുന്നുണ്ട്. മലദ്വാരത്തിൽ തടിപ്പും വേദനയുള്ള ഒരാൾക്ക് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ജർമ്മൻ ഭാഷ പഠിക്കാനുള്ള തടസ്സം നീക്കി കർത്താവ് ഒരു മകളെ അനുഗ്രഹിക്കുന്നുണ്ട്.
ജെയിൻ എന്ന പേരുള്ള വ്യക്തിയെ കർത്താവ് അനുഗ്രഹിക്കുന്നു. സ്ഥല വിൽപ്പന തടസ്സങ്ങൾ കർത്താവ് എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. അതിൽ 7 ഏക്കർ സ്ഥലം വരുന്ന സ്ഥലത്തിൻ്റെ വിൽപ്പന തടസ്സം എടുത്തു മാറ്റി അനുഗ്രഹിക്കുന്നു. ബാങ്കിൽ നല്ലൊരു ജോലി നൽകിയൊരു മകളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. വേദനയ്ക്കുള്ള ഓയിൽമെൻറ്റ് പുരട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരിക്ക് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയാണ്. ഹെർണിയയ്ക്ക് ഓപ്പറേഷൻ വന്നിരിക്കുന്ന ഒരാളെ കർത്താവ് സൗഖ്യപ്പെടുന്നു. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഹൈപ്പർ ആക്റ്റീവായ ഒരു കുട്ടിയെ കർത്താവ് സൗഖ്യപ്പെടുന്നതായിട്ട് കാണിക്കുന്നു. സാലി എന്ന മകളുടെ മോണപ്പഴുപ്പ് കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. ജിപ്സനെ കർത്താവ് അനുഗ്രഹിക്കുന്നു. ശരീരത്തിലെ കരപ്പൻ്റെ അസുഖമുള്ള ഒരു മകനെ കർത്താവ് സൗഖ്യപ്പെടുന്നു. ഡോണ എന്ന മകൾക്ക് കാഴ്ചശക്തി കൂട്ടി നൽകി കർത്താവ് അനുഗ്രഹിക്കുന്നു. 4 പേർക്ക് ജോയിന്റ് പെയിൻ കർത്താവ് സൗഖ്യം നൽകി അനുഗ്രഹിക്കുന്നു. പരിശുദ്ധാത്മാവ് ഒരു വലിയ അഭിഷേകം കർത്താവ് ഈ സമൂഹത്തിൽ വർഷിക്കുന്നതിനോട് നന്ദി പറഞ്ഞ് സ്തുതിക്കുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിക്കുന്നു. എല്ലാവരും ഉച്ചത്തിലൊന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. എൻ്റെ പേര് ലിനി. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത്. 2021 എനിക്ക് ക്യാൻസർ ആണെന്നുള്ളത് അറിയുന്നത്. എനിക്ക് ലിംഫ് നോഡിനായിരുന്നു. അവിടുന്ന് 1 വർഷത്തിന് ശേഷം എനിക്ക് ബ്ലഡിലോട്ട് സ്പ്രെഡായി. ഞാൻ യൂറോപ്പിലായിരുന്നു. ഈ സമയത്ത് ട്രീറ്റ്മെൻറ്റിന് എല്ലാത്തിനും ഞാൻ ഒറ്റയ്ക്കായിരുന്നു. അപ്പം ഞാൻ ആദ്യമേ തൊട്ട് ഈശോയുടെ മാതാവിനോടും ചോദിച്ചിട്ടുള്ള 3 കാര്യങ്ങളിൽ ഒന്ന്, ഈ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്ക്, അപ്പോൾ എല്ലാം സഹിക്കാനുള്ളൊരു ശക്തിക്ക് വേണ്ടി, പിന്നെ എനിക്കിതെല്ലാം എടുക്കാനായിട്ട് ഫിനാൻഷ്യലി എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല, ഹസ്ബൻഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുള്ളൊരു സഹായം ഞാൻ ചോദിച്ചായിരുന്നു. പിന്നെ ഞാൻ ചോദിച്ചത്, എന്നെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് 31 വയസ്സായിരുന്നു, ഇതൊക്കെ അറിയുമോ? അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായിരുന്നു. അപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു രോഗിയാണെന്ന് ആരും പറയരുത് എന്നുള്ളൊരിത് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഈശോയോടും പ്രത്യേകം പ്രാർത്ഥിച്ചിരുന്നു. ഈ ഒരു 3 കാര്യങ്ങളും ഈശോയും മാതാവും എന്നെ ഒരുപാട് സഹായിച്ചു. എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതി വരില്ല. എനിക്ക് ലിംഫ് നോഡിന് ക്യാൻസറാന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ 3rd സ്റ്റേജ് ആയിരുന്നു. ഞാൻ ടോട്ടലി 21 കീമോ, 5 കീമോ റേഡിയേഷൻ കോമ്പിനേഷൻ, പിന്നെ 3 റേഡിയേഷൻ എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് ഞാൻ 2023 ഞാൻ തിരിച്ച് നാട്ടിലോട്ട് വരുന്നത്. 2023 നവംബർ മാസം തൃശ്ശൂരിൽ വെച്ച് നടന്ന ദൈവശബ്ദം കൺവെൻഷനിൽ എൻ്റെ അമ്മയാണ് 5 ദിവസം പങ്കെടുത്തത്. അതിലൊരു സച്ചൻ വിളിച്ചു പറയുകയുണ്ടായി, ലിനി എന്ന മകളുടെ ക്യാൻസർ രോഗത്തെ പൂർണ്ണമായി എടുത്തു മാറ്റുന്നുവെന്ന്. അവിടുന്ന് 2-3 മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ ടെസ്റ്റിന് അയച്ചത്. ആദ്യത്തെ ടെസ്റ്റ് റിസൾട്ട് നെഗറ്റീവ് ആയിരുന്നു. എന്നാലും എൻ്റെ അടുത്ത് ഡോക്ടേഴ്സ് പറഞ്ഞു, ഒരു 3-4 മാസത്തിന് ശേഷം ഒന്നും കൂടിയും ടെസ്റ്റ് ചെയ്യണം, അതിലാണ് ശരിക്കും അറിയത്തുള്ളൂ. അങ്ങനെ ജൂലൈ മാസം ഞാൻ വീണ്ടും ഹൈദരാബാദിലുള്ള ഹോസ്പിറ്റലിൽ ഞാൻ ടെസ്റ്റ് ചെയ്തു. 2ാമത്തെ ടെസ്റ്റിലും എനിക്ക് നെഗറ്റീവ് റിസൾട്ടാണ്. എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നെങ്കിലും മാതാവും ഈശോയും എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. മുട്ടുകൾ കുത്തി കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശക്തമായി സ്തുതിക്കുന്നു. യേശുവേ ആരാധന. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. ആരാധന 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 ആരാധന. 2 കരങ്ങളും ഉയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ. കരുണാമയ കനിയേണമേ, ദൈവപിതാവേ കനിയേണമേ, കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ, ഞങ്ങളിൽ കരുണയായിരിക്കേണമേ.